നേപ്പാളിലെ കാവൽ സർക്കാരിനെ ആര് നയിക്കുമെന്ന ചർച്ചയിൽ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിക്ക് മുൻതൂക്കം. നേപ്പാളിൽ വൈദ്യുത വിപ്ലവം നടത്തിയ കുൽമാൻ ഖീസിംഗിനെ ജൻസി പ്രക്ഷോഭകരിൽ ഒരു വിഭാഗം നിർദ്ദേശിച്ചെങ്കിലും കൂടുതൽ പിന്തുണ സുശീലയ്ക്കാണെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സൈനിക മേധാവിയുമായി അടുത്ത ബന്ധമുള്ള ഭരണഘടനാ വിദഗ്ധനെ ഉദ്ധരിച്ചാണ് റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട്. രണ്ട് വാദങ്ങളാണ് പ്രധാനമായും നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി ആരാകണമെന്നത് സംബന്ധിച്ച് ഉയരുന്നത്. ജൻസി പ്രക്ഷോഭകരിലെ നല്ലൊരു വിഭാഗം മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിക്ക് വേണ്ടി വാദിക്കുന്നു. പ്രധാനമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതിയ കാഠ്മണ്ഡ് മേയർ ബലേൻ ഷായുടെ പിന്തുണയും സുശീല കർക്കിക്കാണ്. എന്നാൽ രാജ്യത്ത് വൈദ്യുത വിപ്ലവം നടത്തിയ മുൻ മേധാവി കുൽമാൻ ഖീസിംഗ് വരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. 73-കാരി സുശീലയേക്കാൾ 54-കാരൻ ഖീസിംഗ് വരട്ടെ എന്നാണ് ജൻസി പ്രക്ഷോഭകരിലെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം വാദിക്കുന്നത്. മുൻ ജഡ്ജിമാർ രാജ്യതലപ്പത്തേക്ക് വരുന്നത് രാഷ്ട്രീയ വളർച്ചയ്ക്ക് നല്ലതല്ല എന്നാണ് ഇവരുടെ വാദം. അതേസമയം സുശീലയ്ക്ക് മുൻഗണനയെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രസിഡന്റ് പദമൊഴിഞ്ഞ രാംചന്ദ്ര പൗഡേൽ, സൈനിക മേധാവി അശോക് രാജ് സിംഗ്ഡൽ എന്നിവർ വിവിധ നേതാക്കളുമായും ഭരണഘടനാ വിദഗ്ധരുമായും കൂടിയാലോചനകൾ നടത്തി. ഹിന്ദു സംഘടനാ നേതാവ് ദുർഗ പ്രസായി, നേപ്പാളിലെ പുതിയ പ്രസ്ഥാനമായ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാക്കളോടും സൈനിക മേധാവി സംസാരിച്ചു. സൈനിക മേധാവിയുമായി അടുത്ത ബന്ധമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുള്ളതാണ് സുശീലയ്ക്ക് മുൻതൂക്കമെന്ന റോയിറ്റേഴ്സിന്റെ വാർത്ത. 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം വന്നേക്കും. നേപ്പാളിലെ പല മേഖലയിലും കർഫ്യൂ നീക്കി തുടങ്ങി. രാത്രികാല കർഫ്യൂവിന് 4 മണിക്കൂർ ഇളവ് വന്നു. രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെയുള്ള നിയന്ത്രണം തുടരും. സോഷ്യൽ മീഡിയയ്ക്കുള്ള വിലക്ക് പൂർണ്ണമായി നീക്കി. നേപ്പാൾ ജൻസി കലാപത്തിൽ ഇതുവരെ 35 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.